മുമ്പ് അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിലേക്കുള്ള പലായനവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. മക്കയിലെ മർദ്ദനമുറകൾ അസഹ്യമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലുള്ള തന്റെ കുടുംബക്കാർ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ത്വായിഫിലേക്ക് പലായനം ചെയ്തു. ത്വായിഫുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, മക്കക്കാരെ പിന്നിലാക്കുന്ന വിധത്തിലുള്ള മർദ്ദനമുറകളുമായാണ് നബിയെ അവർ സ്വീകരിച്ചത്. 10 ദിവസം ത്വായിഫിൽ പാർത്തുകൊണ്ട് വീടാന്തരം കയറി അവിടെയുള്ള നേതാക്കളെ പ്രത്യേകമായി കണ്ട് അവരോടൊക്കെ തന്നെ സഹായിക്കണം, ഈ ദഅവത്തിന്റെ മാർഗത്തിൽ സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. ഏറ്റവും ചുരുങ്ങിയത്, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ ഈ പീഡിപ്പിച്ച വിവരം നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുത് എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. അവസാനം അവിടുന്ന് വേദനയോടുകൂടെ മടങ്ങേണ്ടി വരുന്നു. ഒരു തോട്ടത്തിൽ കയറി റസൂലുള്ളാഹി ഒളിക്കുന്നു. അവിടെ അദ്ദാസ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനെ കാണുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ രീതികളൊക്കെ കണ്ട് അന്വേഷിച്ച് ഇത് നബിയാണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നിനി മക്കയിൽ പ്രവേശിക്കണമെങ്കിൽ അന്നത്തെ രീതി അനുസരിച്ച് മക്കയിലുള്ള ആരെങ്കിലും ഒരാൾ അഭയം നൽകണം, സംരക്ഷണം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുശ്രിക്കിന്റെ സംരക്ഷണത്തിലാണ് മക്കയിൽ പ്രവേശിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിന്റെ മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് എത്തി നിൽക്കുന്നത്. ത്വായിഫിലെ പലായനം കഴിഞ്ഞ് മക്കയിൽ എത്തിയ ശേഷം പിന്നെ ചരിത്രം അതിന്റെ വേറെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ സഹായം കാരണം മക്കക്ക് പുറത്തുള്ള, അഥവാ യഥരിബ് എന്നാണ് മദീനയുടെ ആദ്യത്തെ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെ താമസമാക്കിയത് മുതൽക്കാണ് അതിന് മദീന എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അതിന്റെ പഴയ പേര് യഥരിബ് എന്നാണ്. യഥരിബിൽ നിന്ന് വർഷാവർഷവും ഹജ്ജിന് ആളുകൾ വരും. മുശ്രിക്കുകളാണ്, പക്ഷെ അവർ ഹജ്ജ് ചെയ്യാറുണ്ട്. അവർ ഹജ്ജിന് വന്നിരുന്നു. ഹജ്ജിന് വന്ന ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കേട്ട് മുസ്ലിം ആയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗസിമുൽ ഹജ്ജ് ആകുന്ന സമയത്ത്, ഹജ്ജിന്റെ ആ സമയമാകുമ്പോ മിനയിലും അതുപോലെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിലൊക്കെ ചെന്ന് ദീനിനെ പരിചയപ്പെടുത്തും, ദഅവത്ത് നടത്തും. അത് കേട്ട് പല ആളുകളും ഇസ്ലാം സ്വീകരിച്ചു. ഒരിക്കൽ മക്കയിൽ ഹജ്ജിന് വന്ന, യഥരിബിൽ നിന്ന് ഹജ്ജിന് വന്ന
6 പേർ, ഒരാറംഗ സംഘം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഹജ്ജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവർ സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരവും അദ്ദേഹം പറയുന്ന സന്ദേശങ്ങളൊക്കെ കേട്ടപ്പോ അവർക്ക് മനസ്സിലായി അവസാന കാലത്ത് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന വിവരം അവർ ജൂതന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മദീനയിൽ ജൂതന്മാർ കുറേയുണ്ട്, ക്രൈസ്തവരും ഉണ്ട്. അപ്പൊ ഈ ജൂതന്മാർക്ക് അറിയാം അവസാന കാലത്തൊരു നബി വരും എന്ന്. അത് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഈ ആളുകൾ, ഈ നബിയെ കണ്ട ഈ 6 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സംഘം ഖസ്റജ് ഗോത്രമാണ്. ഈ ഖസ്റജ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേട്ടപ്പോ അവർക്ക് മനസ്സിലായി ഇത് ജൂതന്മാർ പറയാറുള്ള അവസാന കാലത്തൊരു നബി വരും എന്നവർ എപ്പോഴും പറയാറുണ്ട്. ആ നബി വന്നാൽ ഞങ്ങളൊക്കെ ആ നബിയുടെ പിന്നിൽ അണിനിരക്കും എന്നൊക്കെ അവർ സാധാരണ പറയാറുണ്ട്. ലക്ഷണങ്ങളും സംസാരങ്ങളും പറയുന്ന കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആ നബി തന്നെയാണ് ഇത് എന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 6 പേര് അന്ന് ഇസ്ലാം സ്വീകരിച്ചു. അവർ മദീനയിൽ പോയി. അവർ പിന്നെ മനസ്സിലാക്കിയ സത്യം ഒരു സ്വകാര്യ സ്വത്തായി വെച്ചില്ല. അവർ മദീനക്കാരോട് ദഅവത്ത് നടത്താൻ തുടങ്ങി. അവർക്ക് കിട്ടിയ ഈ സന്ദേശം അവർ തന്റെ നാട്ടുകാർക്കിടയിൽ അഥവാ യഥരിബിൽ അവർ പ്രബോധനം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്കപ്പോ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് കുറച്ച് കാര്യങ്ങളെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇത് ഹിജറ ഒരു 12-ന്റെ ആദ്യത്തിലാണ്. ഹിജറ അല്ല, നുബുവത്തിന്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി ഒരു 12ാമത്തെ വർഷത്തിന്റെ ആദ്യത്തിലൊക്കെയാണ് ഈ സംഭവം. അപ്പൊ അതുവരെയുള്ള ദീനീയ സന്ദേശങ്ങൾ 12 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹയി മൊത്തം, ഇസ്ലാം കാര്യങ്ങൾ മൊത്തം ഒന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ദീൻ അന്ന് അതുവരെ ലഭ്യമായ ദീൻ മുഴുവൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പ്. പക്ഷെ എങ്കിൽ പോലും അവർക്ക് മനസ്സിലായ അവർ സത്യമാണെന്ന് കൃത്യമായും അവർക്ക് ബോധ്യപ്പെട്ട ആ കാര്യം അവർ മദീനയിൽ അഥവാ യസ്രിബിൽ പോയി പറയാൻ തുടങ്ങി. അപ്പൊ ഞാനത് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് മുതബഹിറാകണം, ദഅവത്ത് നടത്തണമെങ്കിൽ സമഗ്ര എന്താ പറയല് സാഗര സമാനമായ അറിവുള്ള ആളുകളാണ് ദഅവത്ത് നടത്തേണ്ടത്. നല്ല അറിവുകളാണ് നടത്തേണ്ടത്, അതിൽ തർക്കമില്ല. പക്ഷേ എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന ഒരു ഷർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു നിബന്ധനയില്ല. നമ്മൾ പറയുന്ന കാര്യം പൂർണ്ണമായും 100% നമുക്ക് ബോധ്യപ്പെട്ട കാര്യമായിരിക്കും, അത് പറയാം. അല്ല ദീൻ 100% പഠിച്ചിരിക്കണം എങ്കിലേ പറയാവൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിബന്ധനയില്ല. അങ്ങനെ നിബന്ധന ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 6 അംഗ സംഘത്തോട് പറയണം, നിങ്ങൾ മദീനത്ത് പോയി പറയാൻ നിൽക്കണ്ട, ഇസ്ലാം പൂർത്തിയായിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടിയ ഈ 12 വർഷക്കാലം എനിക്ക് കിട്ടിയ വഹി തന്നെ എനിക്ക് നിങ്ങൾക്ക് മുഴുവൻ പറഞ്ഞുതരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി ജീവിച്ചതുകൊണ്ട് ആരോടും പറയുകയൊന്നും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അവരവിടെ പോയി ദഅവത്ത് നടത്തുന്നു. അങ്ങനെ അതിന്റെ ഫലമായി കുറെ ആളുകൾ ദീനിലേക്ക് വരാൻ തുടങ്ങി. നബിനെ കണ്ടിട്ടില്ല. ഈ ആളുകൾ പറഞ്ഞത് കേട്ട് യസ്രിബിൽ മദീനയിൽ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിധി നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയിട്ട് ഇപ്പൊ 12 വർഷമായി. ഈ 12 വർഷക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദഅവത്ത് നടത്തിയിട്ട് മക്കയിലെ കുറെ ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കഴിയുന്നില്ല.
എന്നാൽ അപ്പുറത്ത് 500ഓളം കിലോമീറ്റർ അപ്പുറത്തുള്ള യസ്രിബിൽ നബിയെ നേർക്കുനേരെ കാണാതെ നബിയെ കണ്ട ചില ഏതാനും ആളുകൾ വന്ന് പറയുമ്പോഴേക്ക് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തൗഫീഖാണ്. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. കുറഞ്ഞ സമയം നബിയോട് സംസാരിച്ച ഈ ആളുകൾ അവർ വിശ്വാസികളായി പ്രബോധകരായി തങ്ങളുടെ നാട്ടിലേക്ക് പോയി അവിടെ ദീൻ പ്രബോധനം ചെയ്തു. ഏറെക്കുറെ മദീനയിലെ ഓരോ വീട്ടിലും ദീൻ എത്തി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ 6 ആൾ കാരണമായി ആ പ്രദേശത്ത് യസ്രിബിൽ ദീൻ എത്തി. അപ്പൊ ആ ദീൻ സ്വീകരിച്ച ആളുകൾക്കൊക്കെ കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഒരു പങ്ക് ഈ 6 പേർക്ക് കിട്ടും. കാരണം അവർക്ക് ദീൻ കിട്ടാനുള്ള കാരണക്കാർ ഇവരാണ്. ഭൗതികമായ കാരണക്കാർ ഈ 6 പേരാണ്. അവരുടെ ദഅവത്ത് ഫലപ്രദമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഹിജ്റ അല്ല നുബുവത്തിന്റെ 12ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി 12 വിശ്വാസികൾ വന്നു. 12 ആളുകൾ വന്നു. 12ൽ 10 പേര് ഖസ്റജ് ഗോത്രക്കാരും 2 പേർ ഔസ് ഗോത്രക്കാരുമാണ്. മദീനയിൽ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളാണ് ഔസ് ഖസ്റജ്. ഈ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് നേരത്തെ ദേവത്തരത്തെ 6 ആളുകൾ വഴിയാണ്. അവിടെ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന ഈ 2 വിഭാഗങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കീരിയും പാമ്പും ഭയങ്കര ശത്രുക്കളാണ്. പക്ഷെ ഈ സത്യന് കിട്ടിയപ്പോ അവർ പിന്നെ ഏകോദര സഹോദരങ്ങളാകുകയാണ്. ഇവിടെ നേരത്തെ വന്ന 6 പേരെന്ന് പറയുന്നത് അവര് ഖസ്റജ് ഗോത്രക്കാരാണെങ്കിലും അവർ പോയി ദീൻ പറഞ്ഞ ഔസുകാരും വിശ്വസിക്കാൻ തയ്യാറായി. നമ്മളെ ശത്രു പറയുന്നതാണ്, വിശ്വസിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്. അവർക്കത് ബോധ്യപ്പെട്ടവർ അത് സ്വീകരിക്കാൻ തുടങ്ങി. ഖസ്റജുകാരാണ് അധികവും സ്വീകരിച്ചത് അന്ന്. അതുകൊണ്ടാണ് 10 പേർ അവരിൽ നിന്നും ബാക്കി 2 പേർ ഔസിൽ നിന്നുമായി നുബുവത്തിന്റെ 12ാം വർഷം അവർ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഉബാദത്ത് ബിൻ സ്വാമിത് എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, 2ാം തവണ അഥവാ നുബുവത്തിന്റെ 12ാം വർഷം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. അതാണ് അഖബ 1ാം ഉടമ്പടി എന്ന് പറയുന്നത്. അഖബ എന്ന് പറയുന്നത് മിനയുടെ സമീപമുള്ള മക്കയിലെ ആ മിനയുടെ സമീപത്തുള്ള ഒരു മലയിടുക്കാണ് അഖബ എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് അവർ സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതാണ് അഖബ ഉടമ്പടി ഖറാർ എന്ന് പറയുന്നത്. അത് 2 അഖബകളുണ്ട്. ആദ്യത്തെ അഖബ എന്ന് പറയുന്നത് ഇതാണ്. നുബുവത്തിന്റെ 12ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഈ നേരത്തെ പറഞ്ഞ 12 പേര് ഏർപ്പെട്ടിട്ടുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ പറയുന്നതാണ്. 1, ശിർക്ക് ചെയ്യില്ല. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്യിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ശിർക്ക് ചെയ്യില്ല എന്ന് ബൈഅത്ത് ചെയ്യിപ്പിച്ചു. കാരണം അതാണ് അടിസ്ഥാനം, അത് തറയാണ്. അതില്ലെങ്കിൽ പിന്നെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഒന്നാമതായി അവരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിച്ചത് ഞങ്ങൾ ശിർക്ക് ചെയ്യില്ല എന്ന് അവരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിച്ചു. 2, രണ്ടാമത് അവരോട് പറഞ്ഞത് ഞങ്ങൾ മോഷണം വിട്, ഞങ്ങൾ കളവ് ഞങ്ങൾ നടത്തില്ല, മോഷണം നടത്തില്ല എന്ന് അവരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിച്ചു. 3ാമത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ബൈഅത്ത് വ്യഭിചാരം ഞങ്ങൾ പാടെ ഒഴിവാക്കും, വ്യഭിചരിക്കില്ല. 4ാമത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ബൈഅത്ത് ഞങ്ങൾ മക്കളെ കൊല്ലില്ല. മക്കളെ കൊല്ലുക എന്നുള്ളത് മക്കയിലും മദീനയിലും ഒക്കെയുള്ള ചില ഗോത്രങ്ങളിൽ അത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൊന്നിരുന്നു. ആൺകുട്ടികളെ കൊല്ലുന്ന വിഭാഗം ഉണ്ടായിരുന്നു, ആണിനെയും പെണ്ണിനെയും കൊല്ലുന്നവരുണ്ട്, പെൺമക്കളെ മാത്രം കൊല്ലുന്നവരും ഉണ്ടായിരുന്നു.
പെൺമക്കളെ മാത്രം തെരഞ്ഞെടുത്ത് കൊല്ലുക. അപ്പൊ അതിന്റെ കാരണം വേറെയാണ്. അതൊക്കെ നമ്മൾ ഈ ചരിത്ര പഠനത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ആൺമക്കൾ വേണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട കാര്യം തന്നെ യുദ്ധം ചെയ്യലാണ്. യുദ്ധം ചെയ്യാൻ ആണുങ്ങളുമാണ്, അവർക്ക് ആണുങ്ങൾ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് അത് കാര്യമില്ല, അതൊരു ബാധ്യതയാണ്. അതുകൊണ്ട് അത് അവരെന്ത് ചെയ്തു, ജീവനോടെ കുഴിച്ചു. അപമാനം, ഒരു പെൺകുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ അപമാനമായി കണ്ടിരുന്ന കാര്യമാണ്. പിന്നെ ആൺമക്കളെ കൊന്നിരുന്നു ചില ആളുകൾ. അതിന്റെ കാരണം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം ഭയന്ന് ആൺമക്കളെ കൊല്ലുകയും ചെയ്തിരുന്നു. രണ്ടും നിരോധിച്ചിട്ടുണ്ട്. രണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല, മക്കളെ വധിക്കരുത്. അങ്ങനെ ബയ്യാത്ത് ചെയ്യിപ്പിച്ചു. പിന്നെ അവരെ കൊണ്ട് ബയ്യാത്ത് ചെയ്യിപ്പിച്ചത് കള്ളം പറയില്ല എന്നാണ്. കളവ് പറയില്ല ഞങ്ങൾ. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ഒരാൾ ജീവിതത്തിൽ പാലിച്ചാൽ അവന് നന്നായി, ശിർക്കില്ല. അപ്പൊ ഇവിടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ശുദ്ധീകരണമുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളിൽ ശുദ്ധീകരണമുണ്ട്, സാമ്പത്തിക വിശുദ്ധി പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെയുള്ള വിശ്വാസം, സാമ്പത്തികം, സംസ്കാരം, അതുപോലെ നമ്മുടെ വംശപരമ്പര, സ്വഭാവ സംബന്ധിയായ കാര്യങ്ങൾ എല്ലാം ഈ ബയ്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് ബയ്യത്ത് ചെയ്യിപ്പിച്ചു. ഈ ബയ്യത്തിനെ കൈപിടിച്ച് ചെയ്യണം. അതാണ് ബയ്യത്ത്. പെണ്ണുങ്ങളെ കൈപിടിക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്ന പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ സഹാബി വനിതകൾ, അവരോട് നബി കൈപിടിക്കാതെ ബയ്യത്ത് ചെയ്തിരുന്നു. ഒരു അന്യ പെണ്ണിന്റെ കൈ ഒരിക്കലും റസൂൽ സ്പർശിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിലാണ് അവരോടുള്ള ബയ്യത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരെ ബയ്യത്തും ചെയ്ത് അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങാണ്, അഥവാ യസ്രിബിലേക്ക് തന്നെ മടങ്ങാണ്. മടങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയും കൂടെ പറഞ്ഞയച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, മുസ്അബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങളും ഇവരുടെ കൂടെ പോയിക്കോളൂ. അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് മൊത്തത്തിൽ മദീനക്കാർക്കിടയിൽ ദഅവത്ത് നടത്താനാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ, ഒന്ന്, മുസ്അബ് റളിയല്ലാഹു തആല അൻഹു നല്ല ഖുർആൻ പണ്ഡിതനാണ്. മുഖരി എന്നാണ് മദീനക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മുഖരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുക്കരി എന്നുള്ളതാണ് ഈ മുക്കരി എന്ന് പറയുന്നത്. മുക്കരി പറഞ്ഞു പിന്നെ മുക്കരി ആയതാണ്. അത് താഴെ പാടിയിട്ടുണ്ട്, മുക്കിരി കുഴഞ്ഞു മറിഞ്ഞതാണ് ഈ മുക്കിറി, മുല്ലാവ മുക്കിറി രണ്ടുമേ ഒന്നെന്നറി. മുക്കിരി 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 എന്നുള്ളത് മുക്കിരി പറഞ്ഞു പിന്നെ ലോപിച്ച് മുക്കിരി ആയതാണ്. മുല്ല എന്ന് പറഞ്ഞാലും മുക്കിരി എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് താഴ്വായുടെ കവിതയിലുള്ളത്. അപ്പോ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മുഖരി എന്നാണ് അവർ വിളിച്ചിരുന്നത്. മുഖരി എന്ന് പറഞ്ഞാൽ ഖിറാത്ത് പഠിപ്പിക്കുന്ന ആള്, ഓത്ത് പഠിപ്പിക്കുന്ന ആള്. അവരുടെ ഖുർആൻ അവരെ പഠിപ്പിക്കാനാണ്, അവരുടെ ഉസ്താദായിട്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചത്. അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞയക്കാനുള്ള ഒരു കാരണം അതാണ്, അദ്ദേഹം നന്നായി ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ നല്ല ദൃഢവിശ്വാസിയാണ്. ഇപ്പൊ നമുക്കറിയാം അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ മാതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ത്യാഗങ്ങളൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ക്ഷമ, അതൊക്കെയാണ് ഒരു മുക്കരിന് വേണ്ട ഗുണങ്ങൾ. നല്ല ക്ഷമ വേണം. അങ്ങനെയുള്ള ഈ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ദാഴിയായി, പ്രബോധകനായി മദീനയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങി ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ പോയി ദഅവത്ത് നടത്തി. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ഇസ്ലാമിന്റെ വൃത്തം അവിടെ വിശാലമായി. എല്ലാ വീട്ടിലും ഒരു മുസ്ലിമെങ്കിലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായില്ല. എല്ലാ വീട്ടിലും ഒരു മുസ്ലിമെങ്കിലും ഉണ്ടായി മദീനയിൽ. അങ്ങനെ ഉസൈദ് ബിൻ ഹുദൈർ, അതുപോലെ അസ്അദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദീനി പ്രബോധനവുമായി
മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു, അതായത് അവരുടെ ഒരു നേതാവാണ് അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്നത്. മദീനയിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ദീൻ പ്രഭു പിന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആദ്യം തുടക്കത്തിൽ കുറച്ച് രൂക്ഷമായി പെരുമാറി. അപ്പൊ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാതെ, ഇഷ്ടണ്ടായി സ്വീകരിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം, അത് നിർബന്ധിക്കുന്നൊന്നുമില്ല. അപ്പൊ നിങ്ങളൊന്ന് ഇരിക്കും, ഇരുന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് ശാന്തമായി നിങ്ങൾ കേൾക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയും. കേൾക്കണീന് എന്താ വിരോധം എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം അത് ന്യായം എന്നുകൊണ്ട് അദ്ദേഹം കേൾക്കാൻ തയ്യാറായി. കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അപ്പൊ നമ്മളീ ജാഗ്രത കാലത്തുള്ള ആളുകളെ കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിലും കുറെ നല്ല മനസ്സുമുണ്ട്. കേൾക്കാനും പഠിക്കാനൊക്കെ നല്ല മനസ്സുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ അഭിസംബോധിതരായി അള്ളാഹു ഈ അറബികളെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമായി പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അപ്പടി ചെയ്യും, വാക്ക് പാലിക്കും. അതുപോലെ അധികം ആളുകൾക്കും കേൾക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം കേട്ട മാത്രയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് രണ്ടാളുകൾ അടുത്ത് പോകണ്ട. പിന്നെ അന്ന് മുതൽ അദ്ദേഹം പ്രബോധകനായി മാറി. അദ്ദേഹം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് രണ്ട് പ്രധാന ഗോത്ര നേതാക്കളടുത്ത് പോകാണ്ട്. ആ രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിച്ചാൽ അവരുടെ ഗോത്രം മൊത്തം ഇസ്ലാമിലേക്ക് വരും. അപ്പൊ അവരുടെ അടുത്തേക്ക് പോകണം. ആരാണ് രണ്ടാളുകൾ? ഒന്ന് ഉസൈദ് ബിൻ ഹുവൈർ എന്ന് പറയുന്നതും മറ്റൊന്ന് സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന മറ്റൊരാളുമാണ്. രണ്ടുപേരും ആ മദീനയിലെ ഗോത്ര നേതാക്കളാണ്. ആദ്യം അവരെ പോയിട്ട് ദീനിലേക്ക് നമ്മൾ ക്ഷണിച്ച് അവർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ ഗോത്രങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരും. ഇതൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്ന പ്രബോധന മാർഗങ്ങളിൽ സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഒട്ടും നമ്മുടെ വെളിച്ചമെത്താത്തൊരു പ്രദേശത്ത് പോകുമ്പോ അവിടെ നല്ലൊരു കാരണവരുണ്ടാക്കാൻ നല്ല സ്വാധീനം ഉണ്ടെങ്കിൽ ആദ്യം അയാളോട് പോയിട്ട് ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ ആ നാട്ടിൽ പ്രബോധനം എളുപ്പമാവുമല്ലോ. അപ്പൊ അതൊക്കെ നബിയുടെ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രത്തിൽ ഉള്ളതാണ്. നമ്മൾ കെട്ടിക്കൂട്ടി ആലോചിച്ചുണ്ടാക്കണമെന്നുള്ളത്. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് പോയി എന്നാണ്. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ ദേഷ്യത്തിലും രൂക്ഷമായൊരവസ്ഥയിലും ഉള്ളത്. അവർ മനസ്സിലാക്കിയിട്ടുള്ളത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന ഇദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് അവർ ധരിച്ചിട്ടുള്ളത്. അവരോടും മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്ന ആ സ്വഹാബിയോട് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് ഒന്ന് ശാന്തമായി കേൾക്കാതെ, ഞാൻ പറയുന്നത് ശാന്തമായി നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാം, അല്ല നിങ്ങൾക്ക് വിയോജിപ്പാണെങ്കിൽ സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കേൾക്കാൻ തയ്യാറായി. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അവരോട് ആയത്തുകൾ ഓതി അവർക്ക് കാര്യങ്ങൾ ദഅവത്ത് എന്താണ്, അഖീദ അതങ്ങനെ സംക്ഷിപ്തമായി വിവരിച്ചു കൊടുത്തു. അവർക്ക് സംഗതി ബോധ്യപ്പെട്ടു. അവർ ആ സ്പോട്ടിൽ വെച്ച് ദീൻ സ്വീകരിച്ചു. ഇപ്പൊ രണ്ട് ഗോത്ര നേതാക്കളും ഇസ്ലാം സ്വീകരിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ രണ്ട് നേതാക്കളും ഇസ്ലാം സ്വീകരിച്ചു. അവർ കാരണമായി അവരുടെ ഗോത്രങ്ങൾ ധാരാളം ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യമായ പ്രബോധന പ്രവർത്തനം അത് മദീനയിൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന്, അതിന്റെ വ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. മുസ്അബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ അംബാസഡർ എന്നാണ്. അവ്വലു സഫീരിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ അംബാസഡർ എന്നാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ അപരനാമം.
പിന്നീട് അദ്ദേഹത്തിന്റെ ദഅവ കാരണമായി രണ്ടാമത്തെ അഖബ. രണ്ടാം അഖബ എന്ന് പറയുന്നത് നുബുവത്തിന്റെ 13ാമത്തെ വർഷം. നേരത്തെ 12ലാണ് ഒന്നുണ്ടായത്. രണ്ടാമത്തേത് അഖബ ഉടമ്പടി ഉണ്ടാകുന്നത് 13ാമത്തെ നുബുവത്ത് കിട്ടി. നബിക്ക് നുബുവത്ത് കിട്ടി 13ാമത്തെ വർഷമാണ് അതുണ്ടാകുന്നത്. അതിനൊരു കാരണം, അതിന്റെ തുടക്കം ഇതാ. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസ്വാരിയാണ്, മദീനക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനിയും മക്കക്കാർക്ക് ഇങ്ങനെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കുവാനും വിട്ടുകൊടുക്കണോ? നബിക്ക് നബിനെ കൂട്ടി നമുക്ക് പോകുന്നൂടെ മദീനക്ക്? നബിക്ക് നമുക്ക് സംരക്ഷണം കൊടുത്തൂടെ എന്ന് അദ്ദേഹം സംസാരിച്ചു. ആ വർഷം, അതാണ് എന്റെ തുടക്കം, ആ വർഷം അഥവാ നുബുവത്തിന്റെ 13ാമത്തെ വർഷം 70, ചില വ്യത്യാസങ്ങളുണ്ട്, 70 പുരുഷന്മാരും 2 സ്ത്രീകളും അടുത്ത വർഷം 13-ൽ നുബുവത്തിന്റെ 13ാമത്തെ വർഷം അവർ ഹജ്ജിന് വന്നു. അപ്പത്തിന് 73 ആളായിട്ടുണ്ട്. എല്ലാ വിശ്വാസികളൊക്കെ ഒന്നും ഹജ്ജിന് പോന്നിട്ടില്ല, പോന്നവരില്ല. പോകുന്ന കൂട്ടത്തിൽ വിശ്വാസികളല്ലാത്തവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഉള്ള കൂട്ടത്തിൽ ഇപ്പോ 73 പേരും തന്നില്ല. ആ 73 പേരിൽ അന്ന് മദീനയിൽ നിന്ന് ഹജ്ജിന് വന്നത് 500 പേരാണെന്നാണ് ചരിത്രം പറയുന്നത്. 500 പേര് മുസ്ലിങ്ങളൊന്നല്ല, കാരണം മുസ്ലിങ്ങളല്ലാത്തവരൊന്ന് ഹജ്ജ് ചെയ്തിരുന്നു. 500 പേരിൽ ഈ 73 പേര്, 73 അതിൽ 2 സ്ത്രീകളും, ഇവരാണ് അതിലെ മുസ്ലിങ്ങളായിട്ടുള്ളത്. ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രഹസ്യമായി ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. അപ്പൊ അവര് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരുമിച്ച് കൂടാൻ അവർ തീരുമാനിക്കുന്നത് രാത്രിയുടെ അവസാനത്തെ 3-1 രാത്രിയുടെ അവസാന 3-1 നമുക്ക് ഈ 70, 73 രണ്ടും ഈ ഇത്രയും ആളുകൾക്ക് നബിയുമായി ഒന്ന് സംഗമിക്കണം എന്നവർ തീരുമാനിക്കുന്നു. ഡേറ്റ് തീരുമാനിച്ചു, സമയം തീരുമാനിച്ചു. സമയം ഇതാണ്, രാത്രിയുടെ അവസാനത്തെ 3-1 അവസാനത്തെ 3-1 തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം, എല്ലാവരും ഉറങ്ങുന്ന സമയം, ആരും അറിയാൻ പാടില്ല, രഹസ്യമായിരിക്കണം. അങ്ങനെ ഈ 70 ചില്ലാനം ആളുകളും ഒറ്റടിക്കണ്ട അക്കബയ്ക്ക് പോകരുത്, ഈ രണ്ടാളായിട്ടൊക്കെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചു. അത് തന്നെ അയ്യാമു തശ്രീഖിന്റെ അവസാന രാത്രിയിലാണ് അവർ പോകാൻ തീരുമാനിച്ചു, ഈ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ രാത്രിയിൽ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. അപ്പൊ എന്തിനാ അത് അങ്ങനെ ഒരു സമയം കണ്ടെത്തിയത്? അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് ഏറെക്കുറെ ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പൊ അഥവാ ഇനി ഈ ഉടമ്പടി ഇവിടെ ഒരുമിച്ച് കൂടുന്നത് മക്കക്കാർ അറിഞ്ഞാലും ഇവിടുന്ന് ഉടമ്പടിയിലേക്ക് ഏർപ്പെട്ടു പോകുന്ന ഈ വിശ്വാസികളെ പിടിക്കാനോ പിടികൂടാനോ ഉള്ള സമയം കിട്ടൂല, സമയം ഉണ്ടാവില്ല. കാരണം അവസാന സമയത്താണ്, എല്ലാവരും നാട്ടിൽ പോകുന്ന ടൈമാണ്. ഇത് മണത്തെറിഞ്ഞ് പിടികൂടാനൊന്നും കുറേശ്ശികൾക്ക് ടൈം കിട്ടൂല. അങ്ങനെ ടൈം കിട്ടാതിരിക്കാൻ കൂടിയാണ് ഈ തന്ത്രം പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മുൻകരുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ ഒരു ജൂതപ്പെണ്ണ് ഭക്ഷണത്തിൽ വിഷം പുരട്ടിയിട്ട് കൊടുത്ത സംഭവം അറിയാലോ. അപ്പൊ റസൂലുള്ളാഹി കഴിച്ചു, കൂടേണ്ടതിന് സ്വഹാബിയും കഴിച്ച സ്വഹാബി അവിടെ തന്നെ പിടഞ്ഞു മരിച്ചു. റസൂലുള്ളാഹി അല്ലാഹു രക്ഷപ്പെടുത്തിയ സംഭവം നമുക്കറിയാം. അതിനുശേഷം പിന്നെ ആര് ഇവിടെ പുറത്തുള്ള ഏതൊരാളും, ജൂതന്മാർ, ക്രിസ്ത്യാനി, അങ്ങനത്തെ ആളുകൾ ഭക്ഷണമോ പാനീയോ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കൊണ്ടുവന്നവനോട് കുടിക്കാൻ പറയും. അത് ജാഗ്രതയാണ്, ആദ്യം അവനോട് കുടിക്കാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള ഗൈബ് പറയുമ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇല്ലേ? നബിക്ക് ഗൈബ് അറിയെങ്കിൽ അതെടുത്ത് വെച്ചാൽ പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവനോട് കുടിക്കാൻ പറയും,
എന്നിട്ട് അപകടമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴേ റസൂലുള്ളാഹി കുടിക്കാറുള്ളൂ എന്നാണ് ഈ ഖൈബറിലെ അനുഭവത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്നാണ്. ഇങ്ങനെ ഈ മുൻകരുതലും ജാഗ്രത പാലിക്കലും ഇവിടെയുണ്ട്. എന്നാണ് അഖബയിൽ കാണുന്നത്. രാത്രിയുടെ അവസാനത്തെ 3-1 നമുക്ക് പോകണം. അവിടെ വെച്ച് നമ്മൾ പിന്നെ അഖബ എന്ന് പറയുന്ന മിനയുടെ അടുത്തുള്ള മലയിടുക്കിലാണ് നമ്മൾ കൂടേണ്ടത്. എല്ലാവരും കൂടെ ഒന്നിച്ചൊന്നിച്ച് പിന്നെ സംഘമായി പോകരുത്. 2 പേരൊക്കെ പോകാവൂ. കാരണം അന്ന് മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന 500 പേരുണ്ട്. ഈ 500 പേരില് നമ്മളല്ലാത്ത ആരും വിവരറിയില്ല. ബാക്കിയൊന്നും മുസ്ലിങ്ങളല്ല, അവരത് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു തീരുമാനിച്ചു. ഇനി മക്കത്തുണ്ടായിരുന്ന വിശ്വാസികളിൽ തന്നെ അവർക്കും അറിയില്ല ഇങ്ങനത് ഒരുമിച്ച് കൊണ്ട് നിങ്ങൾ സംഗമിക്കുന്നത്. ആകെ അറിയുന്നത് മദീനയിൽ നിന്ന് വന്ന ഈ 70 ചില്ലാനം ആളുകൾക്കും പിന്നെ മുസ്ലിങ്ങൾ മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് ആകെ വിവരം അറിയുന്നത് ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിനാണ്, മറ്റൊന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുമാണ്. ഇവരെ 2 പേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇതാരെങ്കിലും അറിയുന്നുണ്ടോ, ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഈ അക്കബയുടെ 2 ഭാഗങ്ങളിൽ അവർക്ക് ഡ്യൂട്ടി കൊടുത്തു. ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പിന്നെ അത് അറിയുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കാണ്. പക്ഷെ അദ്ദേഹം നബിയുടെ കൂടെ വന്നിട്ടുണ്ട് അഖബയിൽ. അതിന്റെ കാരണം ഇത് വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ്. അതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ കരാറിൽ ഞാനും വരാം. കാരണം താങ്കളെ അവർ സംരക്ഷിക്കുമെന്നൊക്കെ ഉടമ്പടി ചെയ്യുന്നെങ്കിൽ അതൊരു ഉറപ്പ് വാങ്ങണവരേക്കും. അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവർ താങ്കൾക്ക് സംരക്ഷണം നൽകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണ്? നിങ്ങൾ അദ്ദേഹത്തിന് അഥവാ മുഹമ്മദ് നബിക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കരാറിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് പറയാനാണ് അദ്ദേഹം പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും കൂട്ടിയിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ രാത്രിയുടെ 3-1 ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ സംഗമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ കരാറിൽ ഏർപ്പെട്ടു. കരാറിൽ ഏർപ്പെടുന്നത് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിലാണ് അവർ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഏത് അവസ്ഥയിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വേളയിലും അല്ലാത്ത വേളയിലും ഒക്കെ നിങ്ങളെ ഞങ്ങൾ അനുസരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെ ഞങ്ങൾ അനുസരിക്കും. നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ഒന്നതാണ്. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ എന്തും ചെലവഴിക്കാനും സന്നദ്ധരാണ്. 3-മതവർ ചെയ്ത കരാറ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. ദഅവത്ത് നടത്തും. അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ. നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഇതാണ് അവർ ചെയ്തിട്ടുള്ള അടുത്തത്. പിന്നെ അവർ ചെയ്തിട്ടുള്ള കരാറ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ കാര്യമാക്കില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളെ പിന്തിരിപ്പിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. മദീനയിൽ താങ്കൾ വന്നാൽ ഞങ്ങളുടെ ഭാര്യ മക്കളെ ഒക്കെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. ഇതാണ് അവർ ചെയ്ത കരാർ. ഈ കരാറ് ചെയ്ത് അവർ തിരിച്ചു പോകുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല സ്വഹാബിന് ഈ ദീൻ അഥവാ ഇസ്ലാം മദീനയിൽ അത് കാര്യമായി അതിന് പുരോഗതിയും അതിന് പ്രചാരം ലഭിക്കുകയും നാൾക്കുനാൾ അതിലെ ആളുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന വിവരം മനസ്സിലാക്കുന്നുണ്ട്. ഖുറൈശികൾക്ക് അറിയാലോ, അവർ കച്ചവടത്തിന് പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് കാര്യമായ വളർച്ചയില്ലെങ്കിലും മറുനാട്ടിൽ ഇത് നന്നായി വളരുന്നുണ്ട്, വികസിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ അവർ മദീനയെ മക്കക്കാരായ വിശ്വാസികളെ കൂടുതൽ പീഡിപ്പിക്കാൻ തുടങ്ങി. അവിടെ പീഡനത്തിന്റെ അതിന് പീഡന മുറകൾക്ക് അവർക്ക് ശക്തി കൂട്ടി.
ഓരോരുത്തരും വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ തുടങ്ങി. പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ തുടങ്ങുകയാണ്, അത് വർദ്ധിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പലായനം ചെയ്യാൻ അല്ലാഹു തആല അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മദീനയിലേക്ക്, യസ്രിബിലേക്ക് പലായനം ചെയ്യാം. അങ്ങനെ ഈ ഹിജറയുടെ ഒരു മുന്നൊരുക്കം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ രണ്ട് ഉടമ്പടികൾ. അഖബ രണ്ട് ഉടമ്പടികൾ ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഹിജറക്കുള്ളൊരു മണ്ണ് പാകപ്പെടുത്തലാണ്. അങ്ങനെ ഓരോരുത്തരായി ഹിജറ പോകാൻ തുടങ്ങി. ഹിജറ പോകാൻ തുടങ്ങിയപ്പോ നബിയുടെ ഹിജറ വേറെ, സ്പെഷ്യലായിട്ട് വേറെ നമുക്ക് പറയാനുണ്ട്. ഹിജറക്കൊരുങ്ങിയപ്പോ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാല് കുറെ ആളുകളെ അവർ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിൽ ഒന്ന് വളരെ നമ്മളെ മനസ്സലിയിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ഈ ഹിജറ വേളയിൽ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അബൂ സലമ, അവരുടെ കുട്ടി, ചെറിയ കുട്ടി, ഇവരാണ് ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങുന്ന കുടുംബം. അവർ ഹിജറക്ക് ഒരുങ്ങുമ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബം പറഞ്ഞു, നീ വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ ഞങ്ങളെ മകളെന്റെ കൂടെ കൂടൂല എന്നാണ്. അങ്ങനെ ഉമ്മു സലമയെ അവരുടെ കുടുംബക്കാർ പിടിച്ചുകൊണ്ടുപോയി. മുസ്ലിമാണ്, ഹിജറക്കൊരുങ്ങിയതാണ്, അവരെ വിട്ടുകൊടുത്തില്ല, പിടിച്ചുകൊണ്ടുപോയി. അപ്പോ അബൂ സലമന്റെ കുടുംബക്കാർക്ക് കണ്ടപ്പോ ദേഷ്യം വന്നു. ഉമ്മു സലമിനെയും കുട്ടിനെയും കൊണ്ടുപോകും. അപ്പൊ അബൂ സലമന്റെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പക്ഷെ കുട്ടി ഞങ്ങളെ മോന്റെ കുട്ടിയാണ്, അതുകൊണ്ട് കുട്ടിനെ വിട്ടില്ല. കുട്ടീനെ അവരും പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ എന്തായി, ഉമ്മു സലമ ഒരു ഭാഗത്ത്, കുട്ടി വേറൊരു ഭാഗത്ത്, അബൂ സലമ മദീനയിൽ. ഇങ്ങനെ മൂന്ന് ഭാഗത്തായി. ആ വിധത്തിൽ അവർ പീഡിപ്പിച്ചു. ഏകദേശം ഒരു വർഷക്കാലം ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മക്കയിലെ അബ്തഹ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഇരുന്ന് കരയും. രാവിലെ വരും, അവിടെ നിന്ന് കരയും. കാരണം കുട്ടീനെ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, അതിലെ വിഷമം കാരണം അവിടെ നിന്ന് കരയും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇങ്ങനെ ഏറെക്കുറെ ഒരു വർഷക്കാലം അവർ ഈ വിധത്തിലുള്ള പീഡനം സഹിക്കേണ്ടി വന്നു. അവസാനം ഉമ്മു സലമയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അല്പമൊക്കെ അലിവുള്ള ഒരാൾ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവരുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് അനുവാദം കൊടുത്തൂടെ, സമ്മതിച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ പോയിക്കോട്ടെന്നോ. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പോകാൻ കുടുംബം അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് വിവരം കിട്ടിയപ്പോ അബൂ സലമയുടെ കുടുംബക്കാർ വന്നിട്ട് ആ കുട്ടിനെയും കൊണ്ടുപോയിക്കോളി എന്ന് കുട്ടിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ ചെറിയ കുട്ടിയെയും കൂട്ടി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒരു ഒട്ടകപ്പുറത്ത് കയറി യാത്രക്ക് ഒരുങ്ങാണ്. ആരുമില്ല, മക്കയിൽ നിന്ന് മദീനയിലെത്തണം. അപ്പൊ അവരിങ്ങനെ യാത്രക്കൊരുങ്ങുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, എങ്ങോട്ടാ നിങ്ങൾ ഈ കുട്ടീനെയും കൊണ്ട് പോകുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ്, അദ്ദേഹം പലായനം ചെയ്ത് മദീനയിലാണുള്ളത്, അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ഒറ്റക്കോ? അതെ. അപ്പൊ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, ഒറ്റക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കി തരാമെന്ന്, ഞാൻ അവിടെ എത്തിച്ചു തരാമെന്ന്. നിങ്ങൾ അറിയണം, ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എന്ന് പറയുന്ന ഇദ്ദേഹം അന്ന് മുശ്രിക്കാണ്. ഈ മുശ്രിക്കായ അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ഹിജറ 8 അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന് കുറെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ എത്തിച്ചേരാന്ന്. എത്ര 500ഓളം കിലോമീറ്റർ അന്നത്തെ യാത്ര. ഒരു മുശ്രിക്ക് ഇവരെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ത്യാഗം സഹിക്കുക. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? ഇദ്ദേഹത്തെ കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്,
എന്നെയും കുട്ടിനെയും ഒട്ടകപ്പുറത്ത് കയറ്റും. എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തെയും പിടിച്ച് അങ്ങനെ നടന്നു പോകും. അദ്ദേഹം കയറൂല, അതിനെയും പിടിച്ച് അങ്ങനെ നടന്നു പോകും. കുറേ അങ്ങോട്ട് പോകുമ്പോ വിശ്രമിക്കണം എന്ന് തോന്നുമ്പോ അദ്ദേഹം ഒട്ടകത്തെ അവിടെ എന്താ പറയുക മുട്ടുകുത്തിച്ചിട്ട് അദ്ദേഹം മാറി നിന്നിട്ട് ഉമ്മു സലമയോട് ഇറങ്ങാൻ പറയും. ഇറങ്ങണമെന്ന് കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മാറി നിന്നിട്ട് കുറെ അവർ വിശ്രമിക്കും. ഇദ്ദേഹം ദൂരെ ഒരു മരച്ചുവട്ടിൽ പോയിട്ട് വിശ്രമിക്കും. പോകാനുള്ള സമയമാകുമ്പോ ഇവരെ ഒട്ടകപ്പുറത്ത് കയറാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് കയറ്റും. എന്നിട്ട് അവരങ്ങനെ പോകും. വീണ്ടും ഇതേപോലെ വിശ്രമിക്കേണ്ട സമയം വരുമ്പോൾ വിശ്രമിക്കും. അങ്ങനെ ദിവസങ്ങൾ പിടിക്കും മദീനയിലെത്താൻ. അക്കാലത്തെ യാത്ര നമുക്കറിയാം. അങ്ങനെ അവർ മദീനയിൽ ഖുബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഖുബ എന്ന് നമുക്കറിയാം മദീനയുടെ എന്താ പറയാ തൊട്ടടുത്ത പ്രദേശമാണ് ഖുബ. അവിടുന്ന് അങ്ങോട്ട് എത്ര 4-5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. ഖുബയിലെത്തിയപ്പോ ഉസ്മാൻ ബിൻ അബീ ത്വല്ല പറഞ്ഞു, ഈ ഗ്രാമത്തിലാണ് നിന്റെ ഭർത്താവ് ഉള്ളത്. ഇപ്പൊ ഇവിടെ നീ പോയിക്കോ, അള്ളാഹ് നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്, മുശ്രിക്കാണെങ്കിലും. ഇത് ഹബീ അല ബറക്കത്തില്ല, നീ പൊയ്ക്കോന്നാണ്, അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവും, പൊയ്ക്കോന്ന് പറഞ്ഞ് യാത്ര അയച്ചു. അങ്ങനെ അവർ കണ്ടുമുട്ടിയെന്നാണ്. 1 വർഷത്തിന് ശേഷം ഈ കുടുംബം സംഗമിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഈ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എന്ന് പറയുന്ന അദ്ദേഹം മുശ്രിക്കാണെങ്കിലും ഈ ഒരു സ്വഹാബി വനിതയോട് വളരെ മാന്യമായ പെരുമാറിയത്. ഇക്കാലത്ത് പോലും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയും. അത്രയും മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. അദ്ദേഹത്തെ കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുള്ളത്, മാ റഅയ്തു സ്വാഹിബൻ ഖത്തു അക്റമ മിൻ ഉസ്മാൻ ബിൻ ത്വൽഹ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, വമാ റഅയ്തു സ്വാഹിബൻ ഖത്തു അക്റമ മിൻ ഉസ്മാൻ ബിൻ ത്വൽഹ. ഉസ്മാൻ ബിൻ ത്വൽഹയേക്കാൾ മാന്യനായ ഒരു അറബിയെയും ഞാൻ കണ്ടിട്ടില്ല. അത്ര മാന്യമായിട്ടാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത് എന്ന്. കാഫിറുകളെ പ്രശംസിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റുമോ? ഇത് കാഫിറാണ്. ഈ പറയുന്ന സമയത്ത് അദ്ദേഹം കാഫിറ. അപ്പൊ അങ്ങനെ ഒരു കാഫിറിന്റെ അയാളുടെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അത് പറയുന്നത് വിരോധിക്കപ്പെട്ട കാര്യമല്ല. വിരോധിക്കപ്പെട്ടാൽ നബി പറയാൻ പാടില്ല, തിരുത്തും. അപ്പൊ അത് ഇതിലൊരു പ്രധാനമായ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഉസ്മാൻ ബിൻ അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിജ്റ 8 മുസ്ലിമായി. ഹിജ്റ 8 അദ്ദേഹം മുസ്ലിം ആകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് ഉസ്മാൻ ബിൻ അബീ ത്വൽഹ. ജാഹിലിയ്യ മുതൽക്ക് ആ കുടുംബമാണ്, അഥവാ ബനൂ ഷൈബ കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉസ്മാൻ ബിൻ അബീ ത്വൽഹ എന്ന് പറയുന്ന ഈ സ്വഹാബി. അദ്ദേഹത്തിന്റെ കുടുംബമാണ് പരമ്പരാഗതമായി കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ. മക്ക വിജയ നാളിൽ മക്ക പൂർണ്ണമായും ഇസ്ലാമിന് കീഴൊതുങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ അബീ ത്വൽഹയെ വിളിച്ചിട്ട്, ഇതാ കഅബയുടെ താക്കോൽ ഇനിയും നിങ്ങൾ എന്നെ കയ്യിൽ വെച്ചാൽ മതി, അദ്ദേഹത്തിന് എന്നെ തിരിച്ചേൽപ്പിച്ചു. ചരിത്രകാരന്മാർ പറയുന്നത് ഇപ്പോഴും ബനൂ ഷൈബ കുടുംബമാണ് പരമ്പരാഗതമായി ഇങ്ങനെ നബിന്റെ കാലം മുതൽക്ക്, അതിനു മുമ്പേ ജാലിയത്ത് കാലം മുതൽക്കേ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാര് ബനൂ ഷൈബ കുടുംബമാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഇവിടെ ഹിജ്റക്കൊരുങ്ങുന്ന ആളുകളെ ഇങ്ങനെ ഭിന്നിപ്പിക്കാനും തടഞ്ഞു വെക്കുവാനും ശത്രുക്കൾ ശ്രമിച്ചിരുന്നു. അതേപോലെ ഹിജ്റക്ക് പോയ ആളുകളെ, ഹിജ്റ പോയി മദീനയിൽ എത്തിയ ആളുകളെ മദീനയിൽ നിന്ന് വീണ്ടും നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ വഞ്ചനയിലൂടെ മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും കാണാൻ കഴിയും ചരിത്രത്തിൽ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
നമ്മൾ സാധാരണ ഉസ്മാൻ റളിയല്ലാഹു അല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളത് എന്താ, ആദ്യം നമ്മൾ കേൾക്കാറുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ് ഹിജ്റ പോയത് അല്ലേ? കഅബന്റെ അടുത്ത് വന്നിട്ട് തവാഫൊക്കെ ചെയ്തിട്ട് ഞാനിതാ ഹിജ്റ പോവുകയാണ്, തടുക്കാൻ കഴിയുന്ന ആൺകുട്ടികളുടെ പേര്, മക്കൾ അനാഥകളാക്കുന്നതിൽ വിഷമില്ലാത്തവർ, ഭാര്യ വിധവയാക്കുന്നതിൽ സങ്കടമില്ലാത്തവർ വന്നിട്ട് എന്നെ തടുക്കി, ഞാൻ ഇതാ പോവുകയാണ് എന്ന് പറഞ്ഞ് കഅബക്കൊന്ന് തവാഫ് ചെയ്ത് ഒറ്റക്കാണ് അദ്ദേഹം പലായനം ചെയ്ത് എന്നതാണ് പരക്കെ അറിയപ്പെടുന്ന കാര്യം. അത് ശരിയല്ല എന്നാണ് ചരിത്രം സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. പ്രധാന ഒറ്റക്കല്ല പോയിട്ടുള്ളത്, അദ്ദേഹം രഹസ്യമായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹിജ്റയെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത്, ഞങ്ങൾ മൂന്ന് പേർ എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റക്കല്ലാന്ന് ഉറപ്പായില്ല, ഞങ്ങൾ മൂന്ന് പേര് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് രഹസ്യമായി, നമ്മൾ മൂന്ന് പേരും തനാബുബ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെല്ലാവരും ഒത്തുചേരണം, അവിടെ നമ്മൾ യാത്ര തിരിക്കും എന്ന് പറഞ്ഞു. ആരാണ് ഈ മൂന്ന് പേര്? ഒന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ, രണ്ട് അയ്യാഷ്, മൂന്ന് ഹിശാം ഇബ്നുൽ ആസ്. ഈ ഹിശാം എന്ന് പറയുന്നത് അബൂജഹലിന്റെ ഉമ്മയൊത്ത സഹോദരനാണ്, രണ്ടാളി ഉമ്മ ഒന്നാണ്. ഇവർ മൂന്ന് പേരുമാണ് ഹിജ്റ പോകുന്നത്, രഹസ്യമായിട്ട് തന്നെ പോകണം. അങ്ങനെ അവർ മദീനയിലെത്തി. ഖുബയിലെത്തിയപ്പോ അബൂജഹലും ഹാരിസ് ഇബ്നു ഹിശാമും, അഥവാ അബൂജഹലിന്റെ സഹോദരനാണ് ഹാരിസ്, ഈ രണ്ടാളുകൾ കൂടി പിന്നെ ഖുബയിൽ വന്ന് അവരെ ഇദ്ദേഹത്തോട് പറഞ്ഞു. ആരോട്? ഈ എന്താ പറയാ, ഹിശാമിനോട്. ഹിശാം എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ ഉമ്മയൊത്ത സഹോദരൻ. ഹിശാമിനോട് പറഞ്ഞു, നീ ഇങ്ങനെ മക്കയിൽ നിന്ന് ഇങ്ങനെ മദീനയിലേക്ക് പലായനം നടത്തിയിട്ട് നമ്മുടെ ഉമ്മ വളരെ വിഷമത്തിലാണ്, അവർ നേർച്ചയാക്കിയിരിക്കുകയാണ്, നിന്നെ കാണാതെ ഇനി ചീർപ്പ് ഉപയോഗിക്കില്ല, തല വാരില്ല, അങ്ങനെ തലക്കെ ജടക്കുത്തി നടക്കും എന്നാണ്. മാത്രല്ല അവര് നിന്നെ കണ്ടിട്ടേ വെയിലത്ത് നിന്ന് കയറി തണലിക്ക് മാറി നിൽക്കുള്ളൂ, വെയിലുള്ളൂ, പകല് മുഴുവൻ വെയിൽ കൊള്ളും എന്നുമൊക്കെ അവര് ശപഥം ചെയ്തിട്ടുണ്ട്. ഉമ്മയോടുള്ള ഈ സ്നേഹം അതിനെ ചൂഷണം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നീ തിരിച്ചു വരണം, എന്നിട്ട് നമ്മളെ ഉമ്മാനെ രക്ഷിക്കണം. ഈ പോന്നാലേ ഇനി ഉമ്മ വെയിലത്ത് നിന്ന് കയറിക്കോളൂ, അല്ലാതെ ഉമ്മ വെയിലും കൊണ്ട്, മക്കത്തെ വെയിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, ഉമ്മ വെയിലും കയറ്റി മരിക്കും. അതുകൊണ്ട് പിന്നെ ഉമ്മാനെ കൊന്നാളെന്നില്ല ദുഷ്പേരൊക്കെ നിനക്ക് കിട്ടും, അതുകൊണ്ട് നീ പോന്നാളാം എന്ന് പറഞ്ഞു അബൂജഹലും അയാളുടെ സഹോദരനും. ഇദ്ദേഹം ഉമ്മയോടുള്ള ആ സ്നേഹം കൊണ്ട് പോകാൻ തീരുമാനിച്ചു. അത് തട്ടിക്കൊണ്ടുപോയ പരിപാടിയാണ്, നേരം വിളിച്ചുണ്ടോ വയ്യ, കുതന്ത്രമാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് കുതന്ത്രമാണ്, നീ ഇതിൽ കുടുങ്ങരുത്, ഇത് ചതിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഈ ഒട്ടകപ്പുറത്താണ് പോകുന്നത്, ഇത് നല്ല സമർത്ഥനായ ഒട്ടകമാണ്. അല്ല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഈ ഒട്ടകത്തെ നീ കൊണ്ടുപോയിക്കോ, എന്റെ കയ്യിലുള്ള ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ നന്നായി സഞ്ചരിക്കാൻ കഴിയുന്ന നല്ല കരുത്തുള്ള ഒട്ടകമാണ്. പോകുന്ന വഴിക്ക് നിനക്ക് എന്തെങ്കിലും ഒരു അപായം തോന്നുകയാണെങ്കിൽ, അപകടം തോന്നുകയാണെങ്കിൽ വേഗം ഈ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് രക്ഷപ്പെടാൻ നോക്കണം. മൃതനെ അറിയാതെ ചതിയാണ്, വല്ല അപകടം മണുക്കുകയാണെങ്കിൽ ഉടനെ രക്ഷപ്പെടാൻ നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു, മൃതാന് പലതും പറഞ്ഞു നോക്കി, നീ പോകണ്ട, എനിക്ക് മക്കത്ത് ഒരുപാട് സ്വത്തുണ്ട്, അതിന്റെ പകുതി എനിക്ക് തരാം, എന്നാലും പോയല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഉമ്മയുടെ ശപഥം, ഉമ്മ അങ്ങനെ ശപഥം ചെയ്തുകൊണ്ട് പോവല്ല, നിർവാഹമല്ല. മുരളിദാൻ പറഞ്ഞു, ഉമ്മാന്റെ ശപഥം എന്ന് പറഞ്ഞാല് തലയിൽ പേനനെ അടിക്കുമ്പോ ചെറുപ്പൊക്കെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. മക്കത്തെ ചൂടേൽക്കുമ്പോ തണൽക്കും മര്യാദയും കയറിന്നോളൂ, അതുകൊണ്ട് വെച്ചാല് ചതിയിലകപ്പെടണ്ട എന്നൊക്കെ പഠിച്ചു പാടെല്ലാം പറഞ്ഞു നോക്കി. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അദ്ദേഹം പോയി വൈക്ക് വെച്ച് അബൂജഹൽ നിന്ന് അങ്ങേറ്റ കുതന്ത്രാൻ അയാൾ പറഞ്ഞു, സഹോദര, എന്റെ ഒട്ടകത്തിന് എന്താണെന്ന് അറിയില്ല, അത് ശരിക്ക് പോണില്ല, അങ്ങോട്ട് സഞ്ചരിക്കാൻ എന്തായാലും വിഷമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്റെ ഒട്ടകപ്പുറത്ത് കയറട്ടെ എന്ന്. ഇദ്ദേഹം ഒട്ടകപ്പുറത്തേക്ക് കയറലും
അദ്ദേഹത്തെ കൂടെയുള്ള മറ്റു രണ്ടാളുകൾ പിടിച്ചു കെട്ടലും മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുപോകലും അവിടെ ചെന്ന് വർഷങ്ങളോളം ബന്ദിയാക്കി പീഡിപ്പിച്ച് അങ്ങനെ ആക്കി. അഥവാ ഇത് പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി ഒരു സംഘത്തെ ഏർപ്പാട് ചെയ്തു. മാത്രമല്ല, നമ്മൾ ഈ നാസിലത്തിന്റെ കുനൂത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നാസിലത്തിന്റെ കുനൂത്താണ്. അദ്ദേഹത്തിന് അയ്യാശിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ രക്ഷപ്പെടുത്താൻ വലീദ് ബിനുൽ വലീദ് എന്ന് പറയുന്ന ഒരാളെ ഏർപ്പാട് ചെയ്ത്, ഒരു സംഘത്തെ ഏർപ്പാട് ചെയ്ത് വളരെ സാഹസികമായിട്ടാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പിന്നെ മദീനയിലേക്ക് കൊണ്ടു. അദ്ദേഹം മുസ്ലിം തന്നെ ആയിട്ടു, കാഫിറൊന്നും ആയില്ല. അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചു. പീഡനങ്ങളൊക്കെ ഒരുപാട് സഹിച്ചെങ്കിലും അദ്ദേഹം വിശ്വാസത്തിന് ഒരു ഇഞ്ചി പിറകോട്ട് പോകാൻ അദ്ദേഹം ഒരുക്കമായിട്ടില്ല. അപ്പൊ ഇങ്ങനെ പലായനത്തിനൊരുങ്ങിയപ്പോ ചില ആളുകളെ തടഞ്ഞു വെക്കുക, അവിടെ എത്തിയ ആളുകളെ തന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങളിലൂടെ മക്കയിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ള പല തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചിരുന്നു എന്ന് കാണാം. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ പരാമർശത്തിൽ വിശ്വാസപരമായ ഈ സാഹോദര്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തോട് നീ പോകണ്ട, എന്റെ സ്വത്ത് പകുതി എനിക്ക് തരാം, നരിച്ചു പോവല്ലേ എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു നിലക്കും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇതാ എന്റെ മൃഗത്തെ കൊണ്ടുപോയിക്കോ, അഥവാ വല്ല അപായം മണക്കാണെങ്കിൽ നിനക്ക് വേഗം നിന്നെ പുറത്ത് കയറി നിനക്ക് മദീനയിലേക്ക് അതിനെ തിരിച്ചു പോരാം. ഇതൊക്കെ എങ്ങനൊക്കെ നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ, ത്യാഗം ചെയ്യാൻ കഴിയുക വിശ്വാസികൾക്കുള്ളൂ. പക്ഷെ അല്ലെ നമ്മളൊക്കെ എന്താ പറയുക, നീ പറഞ്ഞു കേൾക്കില്ല, നീ പോണേ പോകുന്നറിയും അല്ലേ, ഈ പറഞ്ഞേക്കാതെ പോവാണെങ്കിൽ പോയിക്കോന്നറിയും. അവിടെ പിന്നെ നിന്റെ കാറ് കൊണ്ടേക്കോ എന്ന് പറയൂ. നമ്മുടെ കാറിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് ഇന്നത്തെ ഒട്ടകം. അപ്പൊ നീ എന്റെ ഈ മുന്തിയ വാഹനം കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞത് കൊടുക്കുന്നില്ല. അതാണ് ഈമാനികമായ സാഹോദര്യം എന്നൊക്കെ പറയുന്നത്. അത് ഈമാനുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കുതന്ത്രങ്ങളൊക്കെ അവർ ഈ രംഗത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കിയും ചില കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. നബിയുടെ ഹിജറയ്ക്ക് ശേഷം നടന്ന കുറെ യുദ്ധങ്ങൾ, നബിയുടെ ഹിജറ നമ്മൾ സ്വതന്ത്രമായി പഠിക്കേണ്ടതാണ്. അപ്പൊ അതിൽ ഒരുപാട് പാഠങ്ങളും നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ, ഇക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്കുമുള്ള പരിഹാരങ്ങളടക്കം ഈ ചരിത്ര പഠനത്തിലൂടെ നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ഇത് പഠിക്കാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.